ഹായ് ഹലോ, ഞാൻ ഇന്ന് കരിമീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഏറ്റവും ഈസി മെത്തേഡിൽ എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം. അതിനായി വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ജാറിലേക്ക് ഇട്ട ശേഷം അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത് വലിയ ജീരകമാണ്, അതും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. അതിനുശേഷം ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. മീനൊന്ന് വരിഞ്ഞെടുത്ത ശേഷം അരപ്പ് അതിൽ ചേർത്തിട്ട് എല്ലായിടത്തും ആവുന്ന വിധം അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്കുള്ള മസാല തയ്യാറാക്കുകയാണ്. ഇതിനായി ഇപ്പം ഞാൻ സവാളയും തക്കാളിയും പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാളയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയും പച്ചമുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ മീനിൽ ഉപ്പിട്ടത് കൊണ്ട് തന്നെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം മതി. ബാക്കിയുള്ള അരപ്പും കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ചൂടാക്കിയെടുത്തിട്ട് അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. എണ്ണ കുറവുള്ളതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും ചൂടാക്കിയെടുത്ത ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൽ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ മീനിലേക്കുള്ള മസാല ഇപ്പം തയ്യാറായി. മീൻ പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക. എല്ലായിടത്തും ആവുന്ന വിധം വെളിച്ചെണ്ണ ആക്കിയതിന് ശേഷം ഒരു വാഴേൻ്റെ ഇല വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഗ്രേവി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ഗ്രേവി അതിലിട്ടിട്ട് അതിന് മേലെയായിട്ട് വറുത്ത് വെച്ച മീനും പിന്നെ അതിന് മേലെ ബാക്കി വന്ന മസാലയും കൂടെ ചേർത്തിട്ട് വേറൊരു വാഴേൻ്റെ ഇല വെച്ചിട്ട് അത് കവർ ചെയ്യുകയാണ്. എന്നിട്ട് അത് പ്രസ് ചെയ്യത്തക്ക രീതിയിൽ അതിൻ്റെ മേലൊരു പാത്രം വെച്ചിട്ട് കടായി ഒന്ന് മൂടി വെച്ച്